DHFL എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ പല നഗരങ്ങളിലും തെളിഞ്ഞു നിന്നിരുന്ന ഒരു പേരായിരുന്നു ഇത്. ദശലക്ഷക്കണക്കിന് സാധാരണക്കാരായ ഇന്ത്യക്കാർക്ക് താങ്ങാനാവുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ വീടുകൾ വാങ്ങുന്നതിന് ലോൺ കൊടുക്കുന്ന ഒരു ധനകാര്യ സ്ഥാപനമായിരുന്നു DHFL. ഒരു കാലത്ത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഭവന ധനകാര്യ വായ്പാ കമ്പനിയായിരുന്നു അവർ. എന്നാൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ വഞ്ചന, കടം, അഴിമതി എന്നിവയുടെ കടന്നുകയറ്റത്തിൽ ആ കമ്പനി പൂർണ്ണമായും തകർന്നു. DHFL എന്നതിന്റെ ഫുൾ ഫോം ദിവാൻ ഹൗസിംഗ് ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നായിരുന്നു. ഈ കമ്പനിയുടെ ഉയർച്ചയുടെയും നാടകീയമായ തകർച്ചയുടെയും കഥയെന്ന് കേട്ടാലോ? ഐ ആം വിപിൻ, വെൽക്കം ബാക്ക് ടു ടോക്ക് വിത്ത് വിപിൻ. വർഷം 1984. രാജേഷ് കുമാർ വാധവാൻ ഒരു ചെറിയ സ്വപ്നത്തോടെയാണ് DHFL എന്ന കമ്പനി സ്ഥാപിച്ചത്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ ചെറിയ പട്ടണങ്ങളിലും നഗരങ്ങളിലും ഇടത്തരം താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ഭവന വായ്പ ലഭ്യമാക്കുക എന്നതായിരുന്നു ആ സ്വപ്നം. അക്കാലത്ത് ഒരു സാധാരണക്കാരന് ഭവന വായ്പ ലഭിക്കുക എന്നത് ഒരു പേടി സ്വപ്നമായിരുന്നു. ബാങ്കുകളില്ലാതിരുന്ന ചെറിയ സ്ഥലങ്ങളിൽ ഭവന വായ്പകൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് DHFL രംഗത്തെത്തി. 1990 മുതൽ 2000 വരെ DHFL അതിവേഗം വളർന്നുകൊണ്ടിരുന്നു. ഇന്ത്യയിലെ അർദ്ധ നഗര ഗ്രാമീണ വിപണികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ആദ്യത്തെ ഭവന ധനകാര്യ കമ്പനിയായി DHFL മാറി. സ്വന്തമായ ഒരു വീട് തങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരിക്കലും കഴിയില്ലെന്ന് വിശ്വസിച്ചിരുന്ന കുടുംബങ്ങൾക്ക് DHFL ഒരു അനുഗ്രഹമായിരുന്നു. കാലക്രമേണ ഭവന വായ്പകൾക്ക് പുറമെ ഇൻഷുറൻസ്, അസറ്റ് മാനേജ്മെന്റ്, മ്യൂച്വൽ ഫണ്ടുകൾ എന്നീ മേഖലകളിലും DHFL അനുബന്ധ സ്ഥാപനങ്ങൾ തുടങ്ങി. കാലം കഴിയും തോറും കമ്പനി വലുതായി വളർന്നു. 2018 ആയപ്പോഴേക്കും DHFLന്റെ മൂല്യം 30,000 കോടി കവിഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വിശ്വസനീയമായ NBFCകളിൽ ഒന്നായി നിക്ഷേപകർ ഈ കമ്പനിയെ വിശ്വസിച്ചു. 2018 IL&FS എന്ന കമ്പനിയുടെ വൻ സാമ്പത്തിക തട്ടിപ്പ് ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെ നന്നായി പിടിച്ചു കുലുക്കിയതിനു ശേഷം മറ്റ് NBFCകളുടെ സ്ഥിരതയെയും ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. താമസിയാതെ തന്നെ DHFLനെ കുറിച്ചുള്ള കിംവദന്തികളും റിപ്പോർട്ടുകളും ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നു. അതുകൊണ്ട് തന്നെ താമസിയാതെ DHFL കമ്പനിക്കെതിരെയും അന്വേഷണം തുടങ്ങി. അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തെത്തി. DHFLന്റെ അനുബന്ധ കമ്പനികൾ വഴി 30,000 കോടിയിലധികം തട്ടിയെടുത്തതായി ആരോപിക്കപ്പെട്ടു. ഭവന പദ്ധതികൾക്കായി ഉദ്ദേശിച്ചിരുന്ന പണം മറ്റിടങ്ങളിലേക്ക് വഴിതിരിച്ചു വിട്ടു എന്നും കമ്പനി നിയന്ത്രിച്ചിരുന്ന വാധവാൻ കുടുംബത്തിനെതിരെ അഴിമതി, ദുർവിനിയോഗം, അധോലോക വ്യക്തികളുമായുള്ള ബന്ധം എന്നിവയും ആരോപിക്കപ്പെട്ടു. 2019 ആയപ്പോഴേക്കും DHFL വായ്പാ തിരിച്ചടവുകളിൽ വീഴ്ച വരുത്തി. അതോടെ വിപണികളിൽ അതിന്റെ നേർഫലങ്ങൾ കണ്ടു തുടങ്ങി. ബാങ്കുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ, റീറ്റെയിൽ നിക്ഷേപകർ തകരാൻ തുടങ്ങി. അവസാനം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇടപെടേണ്ടി വന്നു. അതോടെ ഇന്ത്യയുടെ പാപ്പരത്ത നിയമപ്രകാരം DHFL മാനേജ്മെന്റ് പാപ്പരത്തത്തിലൂടെ കടന്നുപോകുന്ന ആദ്യത്തെ ധനകാര്യ സേവന കമ്പനിയായി മാറി. ആയിരക്കണക്കിന് ജീവനക്കാർ തങ്ങളുടെ ജോലികളിൽ അനിശ്ചിതത്വം നേരിട്ടു. ദശലക്ഷക്കണക്കിന് നിക്ഷേപകർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനകാര്യ കമ്പനിയായിരുന്ന DHFL കമ്പനി അതോടെ ഏറ്റവും വലിയ സാമ്പത്തിക അഴിമതിയിൽപ്പെട്ട കമ്പനിയായി മാറി. 2021 പിരമൽ എന്ന ഗ്രൂപ്പ് പാപ്പരത്ത പ്രക്രിയയിലൂടെ DHFLനെ ഏറ്റെടുത്തു. എന്നാൽ വാധവാൻ കുടുംബത്തിന്റെ അവസാനമായിരുന്നു അത്. അവർ അറസ്റ്റുകളും കോടതി കേസുകളും ആരോപണങ്ങളുമായി മുന്നോട്ടു പോയി. DHFL എന്ന കോടികളുടെ വിറ്റുവരവുണ്ടായിരുന്ന കമ്പനി അതോടെ ഇല്ലാതെയായി. DHFLന്റെ കഥ ഒരു കമ്പനിയുടെ പരാജയത്തെക്കുറിച്ച് മാത്രമല്ല, അത്യാഗ്രഹം, അഴിമതി, സുതാര്യതയുടെ അഭാവം എന്നിവ ഏറ്റവും വിജയകരമായ ബിസിനസ്സുകളെ പോലും എങ്ങനെ നശിപ്പിക്കുമെന്നും സാധാരണക്കാർ പലപ്പോഴും വലിയ വില ഇതിന് കൊടുക്കേണ്ടി വരുമെന്നും ഇതും ഓർമ്മിപ്പിക്കുന്നു. ഇന്ത്യയിൽ ഇതുപോലുള്ള തട്ടിപ്പുകൾ ഇത് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല. ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിൽ കാണാം.